പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, ഈ പലിശ എന്ന ടോപ്പിക്കിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള പലിശയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റും രണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ സാധാരണ പലിശ. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ സാധാരണ പലിശ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ കൂട്ടുപലിശ. ഇത് രണ്ട് ടോപ്പിക്കായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്, രണ്ട് സെക്ഷനായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഓരോന്നും നമുക്ക് എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യമായി നമ്മൾ ഈ വീഡിയോയിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ പലിശ എന്താണെന്ന് നോക്കാം നമുക്ക്. സിമ്പിൾ ഇൻട്രസ്റ്റ്, അതിൻ്റെ ഫോർമുല കാണാതെ പിടിച്ചു വെച്ചേക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PNR ഡിവൈഡഡ് ബൈ 100 എന്നാണ്. PNR ഡിവൈഡ് ബൈ 100. ഈ ഇക്വേഷൻ അങ്ങ് കാണാതെ പഠിച്ചു വെച്ചേക്കുക. എന്താണ് സാധാരണ പലിശ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് PNR ബൈ 100. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PNR ബൈ 100. എന്താ പി എന്ന് പറയുന്നത്? പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുടക്കുന്ന കാശ്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടക്കുന്ന കാശ്. നമ്മൾ എത്ര രൂപയാണോ ഒരു ബാങ്കിലേക്ക് നിക്ഷേപിക്കുന്നത് അതിനെയാണ് പി എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് നമ്മൾ പി എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ്. എത്ര വർഷത്തേക്കാണ് നമ്മളൊരു എമൗണ്ട് ബാങ്കിലേക്ക് നിക്ഷേപിക്കുന്നത്? 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ 1 വർഷത്തേക്കോ എത്ര വർഷത്തേക്കാണോ നമ്മളൊരു ബാങ്കിലേക്ക് നിക്ഷേപിക്കുന്നത് ആ ഇയറിനെയാണ്, നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, എൻ എന്ന് പറയുന്നത്. അടുത്ത ആറെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പലിശ നിരക്കിനെയാണ് നമ്മൾ ആറെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലിശ നിരക്കാണ് എന്ന് പറയുന്നത് 6 എന്ന് പറയുന്നത്. അപ്പം പറഞ്ഞ മനസ്സിലായോ? എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല PNR ബൈ 100 ആണ്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപയാണോ ഒരു ബാങ്കിലേക്ക് നിക്ഷേപിക്കുന്നത് അതാണ് പി എന്ന് പറയുന്നത്. എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷത്തേക്കാണ് നമുക്ക് നിക്ഷേപം നടത്തുന്നത് അതിനെ എൻ എന്ന് വിളിക്കുന്നു. ആറെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്കാണ് എന്തെന്ന് പറയുന്നത്, ആറെന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സാധാരണ പലിശയായ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ PNR ബൈ 100. ഓക്കെ, ഇത് വെച്ചുള്ള കണക്കുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 25,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ എന്ത്? കണ്ടോ ഇവിടെ PN നമ്മുടെ ഇക്വേഷൻ എന്താ? സാധാരണ പലിശ കാണാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്താ? ആ ഇക്വേഷൻ ആദ്യം എഴുതുക. സാധാരണ പലിശ കാണാനുള്ള ഇക്വേഷൻ PNR ഡിവൈഡ് ബൈ 100. PNR ഡിവൈഡ് ബൈ 100. എപ്പോഴായാലും നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് ആ ഇക്വേഷൻ ആദ്യം എഴുതുക. എന്നിട്ട് ആ ഇക്വേഷനകത്തിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ? 25,000 രൂപയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. ആ 25,000 എന്തെന്ന് പറയുന്നത് നമ്മുടെ പി എന്ന് പറയുന്നത്. 25,000 പി ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, 25,000 എന്ന് പറയുന്നത്. ഇനി 10% പലിശ നിരക്ക് അല്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 10%. 10% എന്തെന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്ന് പറയുന്നത്. 2 വർഷത്തേക്കാണ് അല്ലേ? നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് 2 വർഷം അല്ലെങ്കിൽ 2 എന്ന് തന്നിട്ടുള്ളത്. 2 വർഷം. മനസ്സിലായോ? അപ്പോഴേ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്ന PNR ബൈ 100 ആണ്. അതിൽ പിയും എന്നും ആറും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പി തന്നിട്ടുണ്ട്, എൻ തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട് അല്ലേ? നേരെ ഇത് എടുത്ത് എന്ത് ചെയ്യുക, ഇക്വേഷനകത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നോക്കാം. PNR ബൈ 100 എന്താ? 25,000 ഇൻറ്റു 2 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 100. ഓക്കെ, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം ക്യാൻസൽ ചെയ്യുക. ഈ 2,500 ഇൻറ്റു 2 എത്ര കിട്ടും? നമുക്ക് 5,000 എന്ന് കിട്ടും. എത്ര കിട്ടും? 5,000. ഓക്കെ, അപ്പം സാധാരണ പലിശ എത്ര രൂപയാണ്? 5,000 രൂപയാണ്. ഓപ്ഷൻ എ. മനസ്സിലായോ? എങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കിക്കോ. 70,000 രൂപയ്ക്ക് 20% പലിശ നിരക്കിൽ 3 വർഷത്തെ സാധാരണ പലിശ എന്ത്? സാധാരണ പലിശയാണ് നമ്മളടുത്ത് ചോദിച്ചെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇക്വേഷൻ ആദ്യം എഴുതുക. PNR ഡിവൈഡ് ബൈ 100. പി തന്നിട്ടുണ്ടോ, എൻ തന്നിട്ടുണ്ടോ, 6 തന്നിട്ടുണ്ടോ? നോക്കിയേ. പി എന്ന് പറയുന്നത് 70,000 തന്നിട്ടുണ്ട്. 20 എന്ന് പറയുന്നത് 20% പലിശ നിരക്കെന്ന് പറയുന്നത് 6 അല്ലേ? 3 വർഷം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. എല്ലാം തന്നിട്ടുണ്ട്, അതെല്ലാം ഇട്ട് കൊടുക്കുക. പി എന്ന് പറയുന്നത് 70,000 ദെൻ എൻ എന്ന് പറയുന്നത് 3 ആണ്. 6 എന്ന് പറയുന്നത് 20 ഡിവൈഡ് ബൈ 100. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്യുക. 700 ഇൻറ്റു 3 2100. 2100 ഇൻറ്റു 20. 2100 ഇൻറ്റു 20 എത്ര കിട്ടും? 42,000 എന്ന് കിട്ടും. 42,000 എന്ന് കിട്ടും. ഓപ്ഷൻ സി.
മനസ്സിലായോ? ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായോ? സിമ്പിൾ ആണല്ലേ? നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ ഇടുക. ഇക്വേഷനിൽ പറഞ്ഞിട്ടുള്ള PNR ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ വാല്യൂ എടുത്ത് നേരെ ഇക്വേഷനിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുക. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 30,000 രൂപയ്ക്ക് 12% പലിശ നിരക്കിൽ 5 വർഷത്തെ സാധാരണ പലിശ എന്ത്? ഇക്വേഷൻ PNR/100. പി എന്ന് പറയുന്ന 30,000 എന്ന് തന്നിട്ടുണ്ട്. PM 30,000 ഇൻറ്റു N തന്നിട്ടുണ്ട് 5, R തന്നിട്ടുണ്ട് 12 ഡിവൈഡ് ബൈ 100. ഓക്കെ, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്യുക. എത്ര കിട്ടും? 18,000 എന്ന് കിട്ടും. 18,000 ഓപ്ഷൻ സി. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ? അടുത്ത മോഡൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഇത് ക്വസ്റ്റ്യനകത്ത് ചെറിയൊരു മാറ്റം. 30,000 രൂപയ്ക്ക് 20% പലിശ നിരക്കിൽ 2.5 വർഷത്തെ സാധാരണ പലിശ എന്ത്? 2.5 വർഷത്തെ സാധാരണ പലിശ എന്ത്? കണ്ടോ? അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്ന എല്ലാം എടുത്ത് എഴുതാം. നമ്മൾ സാധാരണ പലിശ ആണെങ്കിൽ ഇക്വേഷൻ PNR/100. നമ്മുടെ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് P ഉണ്ടോ, N ഉണ്ടോ, R ഉണ്ടോ നോക്കാം. P എന്ന് പറയുന്നത് എത്രയാണ്? 30,000 എന്ന് തന്നിട്ടുണ്ട്. P എന്ന് പറയുന്നത് 30,000 ആണ്. N എന്ന് പറയുന്നത് 2.5 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? 2.5. R എന്ന് പറയുന്നത് എത്ര കിട്ടി? 20. ഈ 2.5 എന്ന് പറയുന്നത് അല്ലേ 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് എന്നാണ് അർത്ഥം അല്ലേ? 0.5 എന്നാണ് 1/2 നമ്മൾ പറയുന്നത് അല്ലേ? 1/2 എന്ന് പറയുന്നത് ഹാഫ് ആണ്, അല്ലെങ്കിൽ 0.5 ആണ്. അപ്പം 2.5 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര എഴുതാം? 2.5 എന്ന് എഴുതാം. 2.5 അതാണ് 2.5 അല്ലേ? 2.5 ആണല്ലോ 2.5. അപ്പം 2.5 നമുക്ക് 2.5 എന്ന് എഴുതിയതിന് ശേഷം ഇക്വേഷനകത്തിലിട്ട് ഇട്ട് കൊടുക്കാം. 30,000 ഇൻറ്റു 2.5 ഇൻറ്റു R20 ഡിവൈഡ് ബൈ 100. ഈ ഒരു മാറ്റമേ ഉള്ളൂ. മോഡൽ മാറിയപ്പോൾ നമുക്കുണ്ടായത് എന്താ? ഈ 2.5 എന്ന് തരുന്നു. 2.5 നമുക്ക് എങ്ങനെ എഴുതാം? 2.5 എന്ന് എഴുതാം അല്ലേ? അര എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5 ആണ്. അപ്പോൾ 2.5 എന്ന് വെച്ചാൽ 2.5 എന്നാണ് അർത്ഥം. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15,000 എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15,000. ഓക്കെ, ഓപ്ഷൻ ഡി. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 50,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 3.5 വർഷത്തെ സാധാരണ പലിശ എന്ത്? എന്താ വ്യത്യാസം? ഇവിടെ ഇയർ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ്, 3.5 എന്നുള്ളതാണ് അല്ലേ? നമ്പർ ഓഫ് ഇയേഴ്സ് കൊടുത്തേക്കുന്നത് 3.5 അതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു? 3.5 എന്ന് എഴുതാം. അര എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5 ആണ്. അതുകൊണ്ട് നമുക്ക് 3.5 എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യാം? ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇക്വേഷൻ എപ്പോഴും എഴുതി പഠിക്കുക. ഒരു കണക്കുകൾ ചെയ്യുമ്പോൾ ഇക്വേഷൻ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. ഇക്വേഷൻ PNR/100 ആണ്. P എന്ന് പറയുന്നത് 50,000 ആണ്. ഇൻറ്റു N എന്ന് പറയുന്നത് 3.5 ആണ്. R എന്ന് പറയുന്നത് 10 ആണ്. ഡിവൈഡ് ബൈ 100 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 17,500 എന്ന ആൻസർ കിട്ടും. എത്ര കിട്ടും? 17,500. ഓക്കെ ആണോ? ഒരു കണക്കും കൂടെ ചെയ്ത് നോക്കിക്കോ. ഈ മോഡലിലെ ലാസ്റ്റ് കണക്ക് 25,000 രൂപയ്ക്ക് 12% പലിശ നിരക്കിൽ നോക്കിയോ. 25,000 രൂപയ്ക്ക് 12% പലിശ നിരക്കിൽ 3 വർഷത്തെ സാധാരണ പലിശ എന്ത്? 3 വർഷമല്ല 3.5 വർഷമാണ് കേട്ടോ. 3.5 വർഷം, 3 വർഷമല്ല 3.5 വർഷം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, നമ്മുടെ ഇക്വേഷൻ സാധാരണ പലിശ ചോദിച്ചു കഴിഞ്ഞാലുള്ള ഇക്വേഷൻ PNR/100 ആണ് അല്ലേ? P തന്നിട്ടുണ്ട് 25,000, R തന്നിട്ടുണ്ട് 12%, N തന്നിട്ടുണ്ട് 3.5 വർഷം അല്ലേ? N 3.5 വർഷം എന്ന് തന്നിട്ടുണ്ട്. ഈ 3.5 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അരയെ 0.5 എന്ന് എഴുതാം. അതുകൊണ്ട് 3.5 എന്ന് എഴുതാം. 3.5 എന്ന് എഴുതാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. അരയെ നമുക്ക് അല്ലെങ്കിൽ 1/2 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് എഴുതാം? 0.5 കൂട്ടണം. ഓക്കെ, 1/4 ആണ് തരുന്നതെങ്കിൽ 0.25 അല്ലേ? 1/4 എന്ന് വെച്ചാൽ 1/4 ഭാഗമെന്നാണ്. കാലെന്ന് വെച്ചാൽ 0.25. ഇനി 3/4 ആണ് നമുക്ക് തരുന്നതെങ്കിൽ 3/4 ഇപ്പം 3/4 എന്നാണ് തരുന്നതെങ്കിൽ, അല്ലെങ്കിൽ 3/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3/4 എന്നാണ് അർത്ഥം. അതിനർത്ഥം 0.75. ഓക്കെ, അപ്പം 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം 3.5 എന്ന് എഴുതാം. 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3.25 എന്ന് എഴുതാം. 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം 3.75 എന്ന് എഴുതാം. മനസ്സിലായോ?
അപ്പോൾ ഈ ഇത്രയും വാല്യൂ നിങ്ങളൊന്ന് ജസ്റ്റ് അറിയാൻ വയ്യാത്തവരാണെങ്കിൽ, ഇതെല്ലാവർക്കും അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എന്താ അര എന്ന് പറയുന്നത് 0.5 ആണ്, കാലെന്ന് പറയുന്നത് 1/5 എന്ന് പറയുന്നത് 0.25 ആണ്, മുക്കാല് അല്ലെങ്കിൽ 3/4 എന്ന് പറയുന്നത് 0.75 ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇക്വേഷനിനകത്തോട്ട് ഇട്ട് കൊടുത്ത പി എന്ന് വെച്ചാൽ 25,000 ഇൻറ്റു എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 ഇൻറ്റു 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ഡിവൈഡ് ബൈ 100 അല്ലേ. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്യുക. ആൻസർ നമുക്ക് എത്ര എന്ന് കിട്ടും? 10,500 എന്ന ആൻസർ കിട്ടും. 10,500. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ 2 മോഡൽ പഠിച്ചു. അടുത്ത മൂന്നാമത്തെ മോഡൽ ദേ ചെറിയൊരു മാറ്റം. എന്താ? 40,000 രൂപയ്ക്ക് 15% പലിശ നിരക്കിൽ 1/4 വർഷത്തെ 3.25 വർഷത്തെ സാധാരണ പലിശ എന്ത്? 3.25 വർഷത്തെ സാധാരണ പലിശ എന്ത്? 3.25 വർഷത്തെ സാധാരണ പലിശ. ഓക്കെ ആണോ? ഇത് എങ്ങനെ ചെയ്യും? നമ്മുടെ ഇക്വേഷൻ സാധാരണ പലിശ ആണുള്ള ഇക്വേഷൻ PNR ഡിവൈഡ് ബൈ 100 എന്നുള്ളതാണ്. പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? 40,000. 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 15% അല്ലേ. എൻ ആണ് നമുക്കിവിടെ തന്നത്. എൻ എന്ന് വെച്ചാൽ 3/1/4 ആണ്. 3/1/4 1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു 0.25 ആണ് 1/4 എന്ന് വെച്ചാൽ. അപ്പോൾ 3/1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 3.25 അത് ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ ക്വസ്റ്റ്യനകത്തിലേക്ക്. 40,000 ഇൻറ്റു 3.25 ഇൻറ്റു 6 15 ഡിവൈഡ് ബൈ 100. ഓക്കെ ആണോ? ആൻസർ എത്ര കിട്ടും നമുക്ക് ചെയ്യുമ്പോൾ? 0 ക്യാൻസൽ ചെയ്ത് ബാക്കി ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 19,500 എന്ന് കിട്ടും. 19,500 ഓപ്ഷൻ സി. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. എന്താ പറഞ്ഞിരിക്കുന്നത്? 25,000 രൂപയ്ക്ക് 12% പലിശ നിരക്കിൽ 1.25 വർഷത്തേക്ക് അല്ലെങ്കിൽ 1/4 വർഷത്തെ സാധാരണ പലിശ എന്ത്? 1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ആലോചിക്കുക, അത് 1/4 വർഷമാണ്. ആ 1/4 നമുക്ക് എങ്ങനെ എഴുതാം? 0.25 എന്ന് എഴുതാം. അതുകൊണ്ട് ഇവിടെ 1/4 നമുക്ക് എങ്ങനെ എഴുതാം? 1.25 എന്ന് എഴുതാം. 1.25 ഇക്വേഷനകത്തിലോട്ട് ഇട്ട് കൊടുത്തേ. PNR ആണല്ലേ. 25,000 ഇൻറ്റു എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.25 ഇൻറ്റു 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ഡിവൈഡ് ബൈ 100. 0 ക്യാൻസലായിട്ട് ആൻസർ എത്ര കിട്ടും? 3,750 എന്ന് കിട്ടും. 3,750 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കി, 50,000 രൂപയ്ക്ക് 20% പലിശ നിരക്കിൽ 12 അല്ല 2/1/4 വർഷത്തെ സാധാരണ പലിശ എന്ത്? 2/1/4 വർഷത്തെ സാധാരണ പലിശ എന്ത്? 2/1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? 2.25 അല്ലേ. 2.25 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2.25 കാലെന്ന് പറയുന്നത് 0.25 ആണ് അല്ലേ. 2.25 എന്ന് എഴുതാം. 2.25 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. നേരെ ഇക്വേഷനിൽ അത്രയൊക്കെ ഇട്ട് കൊടുക്കാം. ഇക്വേഷൻ എന്തുവാ? PNR ഡിവൈഡ് ബൈ 100. പി എന്ന് വെച്ച് കഴിഞ്ഞാൽ 50,000 ആണ് പി എന്ന് പറയുന്നത്. ഇൻറ്റു എൻ എന്ന് പറയുന്നത് 2.25 ആണ് എൻ. 2.25 ആണ് എൻ. 6 എന്ന് പറയുന്നത് 20% ഡിവൈഡ് ബൈ 100. ഓക്കെ, 0 തമ്മിൽ ക്യാൻസൽ ചെയ്യുന്നു. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 22,500 എന്ന് കിട്ടും. 22,500. ഓക്കെ ആണോ പറഞ്ഞത്? ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പോൾ ആദ്യമേ നമ്മൾ വർഷം വെച്ചുള്ളത് ചെയ്തു, പിന്നെ അര വർഷവും കൂടെ ആഡ് ചെയ്തു. ഇപ്പം അത് കഴിഞ്ഞ് മൂന്നാമത്തെ മോഡൽ എന്ന് വെച്ചാൽ 1/4 വർഷവും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തതായിട്ട് നമ്മൾ പഠിച്ചു. ഓക്കെ, അടുത്തൊന്ന് നോക്കാം. 30,000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 73 ദിവസത്തെ സാധാരണ പലിശ എന്ത്? 73 ദിവസത്തെ സാധാരണ പലിശ. നമ്മുടെ സാധാരണ പലിശയുടെ ഇക്വേഷൻ എന്തുവാ? PNR ഡിവൈഡ് ബൈ 100 എന്നാണ് അല്ലേ. PNR ഡിവൈഡ് ബൈ 100. ഇതിലെ പി എന്ന് പറയുന്നത് നമ്മുടെ നിക്ഷേപമാണ്, അത് തന്നിട്ടുണ്ട് 30,000. എൻ എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് എൻ. നമ്പർ ഓഫ് ഇയേഴ്സ് എന്താ? വർഷത്തിന് നമ്പർ ഓഫ് ഇയേഴ്സ് എന്നാണ് പറയുന്നത്. വർഷത്തിൻ്റെ എണ്ണമാണ് നമുക്ക് പറയാറുള്ളത് അല്ലേ. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 73 ദിവസമാണ് തന്നിട്ടുള്ളത്. ദിവസം തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ദിവസത്തെ എന്ത് ചെയ്യണം? വർഷത്തിലേക്ക് മാറ്റണം. വർഷത്തിലേക്ക് മാറ്റുന്നത് എങ്ങനെയാ? നോക്കിയേ, ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസമാണ്. ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസമാണ്. അപ്പോൾ 73 ദിവസം എന്നുള്ളത് എത്ര വർഷമായിരിക്കും? വർഷത്തിൻ്റെ അല്ലെങ്കിൽ എത്ര ഭാഗമായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? 73 ഡിവൈഡഡ് ബൈ 73 ദിവസം എന്നല്ലേ പറഞ്ഞേക്കുന്നത്? 73 ഡിവൈഡ് ബൈ 365 ചെയ്യണം. 73 ഡിവൈഡ് ബൈ 365.
നമുക്ക് ദിവസമാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, ഇയേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ 73 ദിവസം എന്ന് പറയുന്നതിനെ എങ്ങനെ മാറ്റാം നമുക്ക്? 73 ഡിവൈഡഡ് ബൈ 365. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കിയേ? 73 നമുക്ക് 5 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കിയേ. 3 15 5 ശിഷ്ടം 1 7 35 1 36 365 അല്ലേ? അപ്പോൾ 73 365 കൂടെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1/5 എന്ന് കിട്ടും. അപ്പം 1/5 വർഷമാണ്, 1/5 ഇയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1/5 ഇയർ ആണ്. അപ്പോൾ n എന്ന് പറയുന്നത് ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? 1/5 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇക്വേഷനിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 30,000 ഇൻറ്റു 1/5 ഇൻറ്റു 6 എന്ന് പറയുന്നത് 5 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, 5ഉം 5ഉം ക്യാൻസലായിപ്പോയി. 2 0 ക്യാൻസലായിപ്പോയി. ആൻസർ എത്ര കിട്ടും നമുക്ക്? 300 എന്ന് കിട്ടും. ആൻസർ 300 എന്ന് കിട്ടും. ഓക്കെ ആണോ പറഞ്ഞത്? ചെയ്യുന്ന മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം, നോക്കിയേ, ശ്രദ്ധിച്ചേ. അതെ, 50,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 73 ദിവസത്തെ സാധാരണ പലിശ. 73 ദിവസത്തെ സാധാരണ പലിശ എന്ത് എന്നാണ് ചോദ്യം. നമ്മുടെ സാധാരണ പലിശ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PNR ഡിവൈഡ് ബൈ 100. PNR ഡിവൈഡ് ബൈ 100. n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, എത്ര വർഷം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ദിവസമാണ്, 73 ദിവസം. അപ്പോൾ 73 ദിവസം ഒരു വർഷത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കുക. അതിനെന്ത് ചെയ്യുക? നമുക്കറിയാം ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസമാണ്. അതുകൊണ്ട് നമുക്കിതിനെ 73 ഡിവൈഡ് ബൈ 365 എന്ന് വെച്ചാൽ ഈ 365 എത്ര ഭാഗമാണ് 73 എന്ന് കണ്ടുപിടിക്കുക. ഒരു വർഷത്തിൽ എത്ര ഭാഗമാണ് 73 ദിവസം എന്ന് കണ്ടുപിടിക്കുക. ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസം എന്ന് വെച്ചാൽ 365 ദിവസത്തിൽ എത്ര ഭാഗമാണ് 73 എന്ന് കണ്ടുപിടിക്കുക. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു, എന്തായിരുന്നു അത്? 1/5 ഭാഗമാണ്. അപ്പോൾ n എന്ന് പറയുന്ന 1/5 എന്ന് നമ്മൾ എടുക്കുന്നു. ആൻസർ 50,000 ഇൻറ്റു 1/5 ഇൻറ്റു 10. ഓക്കെ, ഇവിടെ 5ഉം ഇവിടുത്തെ 5ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 10,000 എന്ന് കിട്ടും. 10,000 ഇൻറ്റു ഡിവൈഡ് ബൈ 100 അല്ലേ? ഇവിടുത്തെ 2 0 ഇവിടുത്തെ 2 0 വെട്ടിക്കളയാം. 100 ഇൻറ്റു 10 ആൻസർ കിട്ടും 1000 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണോ പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15,000 രൂപയ്ക്ക് 20% പലിശ നിരക്കിൽ 73 ദിവസത്തെ സാധാരണ പലിശ എന്ത്? 73 ദിവസമാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 73 എന്നല്ല, ഏത് ദിവസമാണോ കൊടുക്കുന്നത് എന്ത് ചെയ്യുക? അതേ ഡിവൈഡ് ബൈ 365 ചെയ്യുക. അത് എത്ര കിട്ടും നമുക്ക്? 1/5 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇക്വേഷനകത്തിലേക്ക് ഇട്ട് കൊടുക്കുക. 15,000 ഇൻറ്റു 1/5 ഇൻറ്റു 20. 1/5 ഇൻറ്റു 20 ഡിവൈഡ് ബൈ 100. ഓക്കെ, 0 0 ക്യാൻസൽ ചെയ്തു. 5ഉം 15ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. ഈ 0 മേളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം 30. ഓക്കെ, 30 ഇൻറ്റു 20 23 ആൻസർ 600 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഓപ്ഷൻ ഡി. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പം 4 മോഡലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഈ ഒരു വീഡിയോയിൽ പഠിച്ചത്. സിമ്പിളായിട്ടുള്ള 4 മോഡലാണ്, വൃത്തിയായിട്ട് പഠിക്കുക.